ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ വീട്ടിൽ എന്തൊരു ഫങ്ഷൻ ഉണ്ടാകുകയാണെങ്കിലും നമുക്കൊരു മധുരം നിർബന്ധമാണ്. പെരുന്നാൾ അതേപോലെ വേറെ എന്താണെങ്കിലും നമുക്ക് മധുരം നിർബന്ധമാണ്. അപ്പം അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയത്, അതേപോലെ തന്നെ ചൂടോട് കൂടിയും തണുപ്പിച്ചൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിനായിട്ട് 1/2 ലിറ്റർ പാലാണ് വേണ്ടത്. അത് ഞാനൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ പാലിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര മാത്രമുള്ളൂ ചേർത്ത് കൊടുത്തിട്ട്, കാരണം ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് തണുപ്പിക്കാതെയാണ് ഇത് കഴിക്കുന്നത്. അപ്പം നിങ്ങളിത് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് അധികം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. തണുക്കുമ്പോൾ കുറച്ചധികം പഞ്ചസാര ഇട്ടാലുള്ളൂ കറക്റ്റ് മധുരം ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്കായി ആവശ്യമുള്ളത് കോൺഫ്ലവറാണ്. അപ്പം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി ഒഴിക്കണം. അപ്പം നിങ്ങളിത് പാല് ചൂടാവാത്തത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിത് കലക്കിയെടുത്താൽ മതി. ഞാനത് എടുത്ത് വെക്കാൻ മറന്ന്, അതുകൊണ്ട് വെള്ളത്തിലാണ് കലക്കുന്നത്. സാധാ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കാം. നമ്മളിത് ചൂടായ പാലിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കട്ട കുത്തിപ്പോകും. അതുകൊണ്ടാണ് ഇതുപോലെ കലക്കി ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കോൺഫ്ലവറൊക്കെ ഇട്ട് സമയത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കാനും കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. നമുക്കിതിൽ ഒട്ടും കട്ടയില്ലാതെയാണ് കിട്ടേണ്ടത്. 500 ml പാലിക്ക് കറക്റ്റ് ഒരു ഇതാണ് ഈ അളവിട്ട 2 ടീസ്പൂണ് കോൺഫ്ലവർ. നിങ്ങൾക്ക് നല്ല പോലെ കുറുകിയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു 2 ടീസ്പൂൺ വരെയൊക്കെ എടുക്കുക. അതിലേറെ കൂടിയാൽ കട്ട പോലെയാവും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ കട്ടയാവുന്നത് പോലെയൊന്നും കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കുറുകി വന്നാൽ മതി. നമ്മൾ പുഡിങ്ങൊക്കെ തയ്യാറാക്കുന്ന ടൈമിലൊക്കെ കുറുക്കിയെടുക്കുന്നത് പോലെ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഐസ്ക്രീമിനൊക്കെ കുറുക്കിയെടുക്കുന്നത് പോലെ കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത്രക്ക് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. ഇനിയൊന്ന് തണുക്കുന്ന ടൈമിൽ ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ നമുക്ക് കറക്റ്റായി കിട്ടും. അപ്പോൾ നമ്മൾ സ്പൂണിലൊക്കെ ഒന്ന് കട്ടിയിൽ ആവുന്നത് പോലെ ആയാൽ മതി. ഇനി ഞാനിതിലേക്ക് ഒരു 4 ഡ്രോപ്പ് പിസ്ത എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സ്ട്രോബെറി ഏതാ ഇഷ്ടമല്ലേ വെച്ചെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഈ എസൻസിന് പകരം നമുക്ക് മാങ്ങ, അതേപോലെ ആപ്പിള്, അതുപോലെ കട്ടിയായി കിട്ടുന്ന ഏത് ഫ്രൂട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2-3 ഡ്രോപ്പ് നമ്മൾ ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ കുറേ ടൈമിൽ ഈ ചൂടായ ചട്ടിയിൽ തന്നെ വെക്കുകയാണെങ്കിൽ ഇത് നല്ല പോലെ കട്ടയാവും. അപ്പോൾ അങ്ങനെ കട്ടയാവാതിരിക്കാൻ നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബോൾസുകൾ തയ്യാറാക്കാം. ഇനി നമുക്ക് അരിയുണ്ട തയ്യാറാക്കാനായിട്ട് കുറച്ച് പാല് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പാലിന് പകരം സാധാ പച്ചവെള്ളം എടുത്താലും മതി കേട്ടോ. ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും പാല് എടുത്താൽ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു 3-4 ഡ്രോപ്പ് പിസ്ത എസൻസ് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പാല് നല്ലപോലെ തിളച്ച് വരുന്ന ടൈമിൽ അതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതൊരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിത് ബോൾസ് ആക്കിയ ശേഷം ആവിക്കൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പൊടിയൊന്ന് പച്ചച്ചുവക്കെ മാറുന്നവർ പോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടുന്നത് പോലെ ഒരുപാട് ടൈം വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഈ പൊടിയിൽ എല്ലാ വശത്തും വെള്ളമൊക്കെ ആവുന്നത് പോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് ഒന്നടക്ക് വെച്ചെടുത്ത ശേഷം നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക. അപ്പം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുക കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ കുഞ്ഞു ബോൾസും പിന്നെ കുറച്ചൊരു വലിയ ബോൾസൊക്കെ ആക്കി നമ്മൾ ബോൾസൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മളിത് ആവിക്കാണ് വേവിച്ചെടുക്കുന്നത്. ഇത് ആവി കയറ്റിയെടുക്കാനായിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ട ബോൾസൊക്കെ ഒരു സ്റ്റീമറിലിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഒരു ഹാഫ് വേവ് നമ്മൾ വാട്ടിയ ടൈമിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ 2-3 മിനിറ്റിന് ശേഷം നമ്മുടെ ആ ബോൾസൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മൾ വേവിച്ച് വെച്ച അരിയുണ്ടൊക്കെ ചൂടാറിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നട് തണുത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന ടൈമിലൊക്കെ നമ്മൾ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അതേപോലെ തന്നെ നമ്മളെ മക്കൾ തന്നെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ അവരൊക്കെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റിയൊരു അടിപൊളി സാധനമാണിത്. അപ്പോൾ ഈ ബോൾസൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകം തോന്നും. അതുപോലെ തന്നെ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റായാണ് നമുക്കിത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമുക്കിത് തണുപ്പിച്ചും തണുപ്പിക്കാതെയും കഴിക്കാവുന്നതാണ്. 2 വിധത്തിൽ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൻ്റെ അടിയിൽ വെക്കുക. ഇനി നമുക്കിത് സർവിങ് ഗ്ലാസ്സിലേക്ക് സർവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിതിലേക്ക് ബദാം പരിപ്പ് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് പിസ്തയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആവും കേട്ടോ. അല്ലെങ്കിൽ ചെറിയ ഇട്ട് കൊടുത്താലും മതി. അപ്പം ഞാനിതിലേക്ക് ചെറീസ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ല ഏത് നട്ട്സോ ഫ്രൂട്ടോ ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മളെ ഡൈനിങ് ടേബിളൊക്കെ മൊഞ്ച് കൂട്ടാൻ പറ്റിയ നല്ലൊരു കിടില ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.